ജനങ്ങൾക്കെല്ലാം നല്ല ധാരണയുണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യും. കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നാൽ അതേസമയം തന്നെ ആൾക്കറിയാം, ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ട് പോകുന്നതിനെ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് വരുന്നത്, തടസ്സമാണ് വരുന്നത്. അത് കുറച്ചാളുകൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ കാര്യങ്ങൾ നന്നായി കൊണ്ടുപോകാനായിട്ട് ഈ ഗവൺമെൻറ്റിന് കഴിയണം. അതിന് ഞങ്ങളുടെ സഹായം ഉണ്ടാവും, നമുക്ക് കൊണ്ടുപോകാൻ പറ്റണമെന്ന്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യങ്ങൾ തന്നെ നല്ലതുപോലെ കൊണ്ടുപോവുക, കേരളത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ഗവൺമെൻറ് ചെയ്യുമെന്ന പ്രതീക്ഷയാണ്. ഞാൻ പറഞ്ഞത്, ഈ ഒരു ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് കഴിഞ്ഞ 1-2 വർഷങ്ങൾ മുമ്പ് മുതലേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, LDF പ്രവർത്തകർ, ഞങ്ങളെല്ലാവരും പറഞ്ഞൊരു കാര്യം, ഇന്ന് നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ, മറ്റന്നാൾ ബഡ്ജറ്റ് വരുന്നു, അതിൻ്റെ 2 ദിവസം മുമ്പ് സംസാരിക്കുമ്പോൾ ഇന്ത്യയിലെ പ്രമുഖമായ പ്രതിപക്ഷ പാർട്ടികളെല്ലാം അത് അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. ഇന്ന് കോൺഗ്രസിൻ്റെ കർണാടകത്തിലെ ഗവൺമെൻറ്, അവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ, ഞാൻ വാർത്തകളെല്ലാം വിശദമായി കേട്ടില്ല, നിങ്ങൾ എന്നെക്കാളും ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അവരുൾപ്പെടെ ഡൽഹി സമരം, അല്ലെങ്കിൽ അവരുൾപ്പെടെ കേന്ദ്രത്തിൻ്റെ നയത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ ബംഗാളിലെ മുഖ്യമന്ത്രി അതിശക്തമായ സമരത്തിലേക്ക് കേരളം ഈ സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. മറ്റ് പല സംസ്ഥാനങ്ങളും, ഇന്നിപ്പോൾ മറ്റ് പല സംസ്ഥാനങ്ങളിലെയും നേതാക്കന്മാർ കേന്ദ്രത്തിൻ്റെ നിലപാട് വളരെ മോശമായിട്ടാണ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ വിവേചനം വരുന്നത് കേരളത്തിന് നേരെയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ സാമ്പത്തിക അവസ്ഥ സംബന്ധിച്ചുള്ള വിശദീകരണം വരുന്ന രേഖയ്ക്കകത്ത്, നമ്മുടെ റിവ്യൂവിനകത്ത് അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. റിസർവ് ബാങ്കിൻ്റെ ഈ കണക്കുകൾക്കകത്ത് കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ഫൈനാൻസസിനെ പറ്റി വന്ന കണക്കിനകത്ത് ആകെ 100 രൂപയിൽ 23 രൂപ മാത്രമാണ് കേന്ദ്രത്തിൻ്റെ എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കണക്ക് വന്നു. നിങ്ങൾ ആ ഭാഗം ഒന്നുകൂടെ നോക്കണം എന്ന് എൻ്റെ അഭിപ്രായം. കാരണം ആ ലിസ്റ്റ്, അതിനകത്ത് ആ റിപ്പോർട്ട് നിങ്ങളുടെ ഉണ്ട്, ആ ലിസ്റ്റിനകത്ത് 70 രൂപ വരെ കിട്ടുന്ന, കേന്ദ്രം 70 രൂപ, സംസ്ഥാനം 30 രൂപ, കേന്ദ്രം ശരാശരി 50 രൂപയ്ക്കടുത്ത്. കേന്ദ്രം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്നല്ല സംസ്ഥാനത്ത് നിന്ന് പിരിക്കുന്ന ടാക്സ് ഇനി കിട്ടുന്നതാണ്. അതിനകത്ത് ശരാശരി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് തരേണ്ട 50 രൂപയാണ് ശരാശരി. ആ 50 രൂപ വെച്ച് 100-ൽ 50 രൂപ വെച്ച് 50% വെച്ച് കിട്ടുന്നുണ്ട്. 45-50% വെച്ച് എല്ലാ സ്റ്റേറ്റും കിട്ടുന്നുണ്ട്. കേരളത്തിന് 23 കിട്ടുന്നുള്ളൂ. ഇത് കേരളം നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരും UDF ഉൾപ്പെടെ, പിന്നെ BJP സ്വാഭാവികമായിട്ടും ഞങ്ങളെന്തോ പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ കർണാടകത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് പറയുമ്പോൾ എന്തായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അവസ്ഥ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനൊരു അവസരം എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ബഡ്ജറ്റ് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും ആളുകൾ കാണുന്നത്. എന്തായാലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, കേരളത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, കേരളത്തിലെ ഈ നേട്ടങ്ങൾ, ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റിൽ നിന്നും വ്യത്യസ്തമായ ധാരാളം നല്ല കാര്യങ്ങൾ നമുക്കെല്ലാം ഉണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെയാണ്. അത് സംരക്ഷിക്കാൻ പറ്റുന്ന ബഡ്ജറ്റായിരിക്കും. അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇക്കാര്യത്തിനകത്ത് പരിമിതിയുണ്ട്. മൊത്തം നികുതിയുടെ നല്ലൊരു ഭാഗവും ശേഖരിച്ചുകൊണ്ട് പോകുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണെന്നുള്ളത് കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് പരിമിതിയുണ്ട്. ആ പരിമിതിക്കകത്ത് നിന്ന് ഏറ്റവും നന്നായിട്ട് കേരളത്തെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ആലോചിക്കുന്നത്. അതിനകത്ത് എല്ലാവരുടെയും സഹായം ഉണ്ടാവണം. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം നമുക്ക് കാണുകയും പറയുകയും ചെയ്യാവുന്നതാണ്. അറ്റോർണി ജനറൽ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. കാരണം BJP ഗവൺമെൻറ്റിൻ്റെ വ്യക്താവാണല്ലോ, കോടതിയിൽ അതല്ലേ പറയണ്ടേ. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ ആ പ്രമേയത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കൂടി അംഗീകരിച്ച, അല്ലെങ്കിൽ പ്രതിപക്ഷം കൂടി അംഗീകരിച്ചൊരു പ്രമേയമാണ്. കാരണം കേരളത്തിന് അർഹമായത് കിട്ടണം, കേന്ദ്രം ഫെഡറലിസത്തെ ചോദ്യം ചെയ്യുകയും വേറൊരു ഡിപ്പാർട്ട്മെൻറ്റ് പോലെ, കീഴാളന്മാർ പോലെ സംസ്ഥാനങ്ങളെ കാണരുത് എന്നുള്ളതാണ് ആ പ്രമേയത്തിനകത്തെ പൊതുകാര്യം. ആ പ്രമേയം പൊതുവിൽ അംഗീകരിച്ചത്. ആ പ്രമേയത്തിന് അനുകൂലമായിട്ട് സംസാരിക്കാനായിട്ട് വയ്യാത്തതുകൊണ്ട് വാക്കൗട്ട് നടത്തി എന്നുള്ളത് ഇന്നലെ വന്നതാണ്. അപ്പം അത് കഴിഞ്ഞാണ് ഇന്നൊരു കാവ്യനീതി പോലെ തന്നെയാണല്ലോ കർണാടകത്തിലെ അവരുടെ ഇന്നത്തെ ഉള്ളതിനകത്ത് ഏറ്റവും ശക്തമായ ഒരു ഗവൺമെൻറ്റാണുള്ളത്. ആ ഗവൺമെൻറ് തന്നെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് കേന്ദ്രത്തിനെ വെറുതെ പഴിക്കുന്നതല്ല, ഞങ്ങൾ കേന്ദ്രത്തിന് വേണ്ടിയും സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർണാടക നമ്മളെക്കാളൊക്കെ മെച്ചപ്പെട്ട സാമ്പത്തിക വരുമാനമുള്ള, ശരാശരി വരുമാനമുള്ള സ്റ്റേറ്റാണ്. വേറൊന്നും കൊണ്ടല്ല, അവർക്ക് വലിയ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ട്. അവർ ഈ ബാംഗ്ലൂർ പോലെയുള്ള വലിയ നഗരങ്ങൾ, അവരുടെ പൊതുവിട്ട ടാക്സ്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാടൊക്കെ നമ്മളെക്കാളും വളരെ ഇൻഡസ്ട്രിയലി മുന്നിലാണ്. അവർക്ക് നല്ല വരുമാനമുണ്ട്. ഒരിക്കലും അവർക്ക് ഡെഫിസിറ്റ് നമ്മളെപ്പോലെ, നമുക്കാണ് കേരളം, ഐക്യ കേരളത്തിലെ ആദ്യത്തെ ബഡ്ജറ്റ് തൊട്ട് നമ്മൾ കമ്മി ബഡ്ജറ്റ് തന്നെയാണ്, നമ്മൾ ആ തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഉള്ളത്. പക്ഷേ അവർക്ക് അങ്ങനല്ല, അവർക്കൊക്കെ മിച്ചമുള്ളതാണ്. അവിടെ ഇങ്ങനൊരു കാര്യം വരണമെങ്കിൽ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ വലിയൊരു ശ്വാസം മുട്ടിക്കലുണ്ടെന്നായിരിക്കും അവർ പറഞ്ഞ കാര്യം. പിന്നെ ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞല്ലോ, അക്കാര്യത്തിനകത്ത് പറഞ്ഞ് ഈ ശ്രീലങ്ക പോലെ ആവരുത് എന്നുള്ള കാര്യം എല്ലാവർക്കും ബാധകമാണ്. പക്ഷേ ശ്രീലങ്ക പോലെ ആവുക എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക ഒരു രാജ്യമാണ്, ഇതെല്ലാം സംസ്ഥാനങ്ങളാണ്.
കേരളത്തിൻ്റെ കാര്യം ഞാൻ എടുക്കാം, കർണാടകയുടെ ഞാനിപ്പോൾ പറയുന്നില്ല. കേരളം കടക്കണിയിലാണോ ഇന്ത്യ രാജ്യത്തിൻ്റെ പൊതു അവസ്ഥയെക്കാളും എന്നുള്ളതാണല്ലോ നോക്കണ്ടേ. ഇന്ത്യയിൽ ആകെയുള്ള GDP-യുടെ ഇപ്പോൾ എനിക്കൊന്ന് 50-നും 60-നും ഇടയ്ക്കാണ് കറക്റ്റ് %, 50-55% ഒരു വർഷത്തെ ആകെ GDP-യുടെ 50%-ലധികം കടമാണ്. കേരളത്തിലാണെങ്കിൽ നേരത്തെ കോവിഡ് സമയത്ത് വലിയ തോതിൽ ബാധ്യതകൾ എല്ലാ സ്റ്റേറ്റിനും വന്നായിരുന്നു. അപ്പോൾ നമുക്ക് 39% വരെ പോയിട്ട് ഇപ്പോൾ 34 അടുത്തേക്ക് എത്തി. അപ്പോൾ കടം കുറഞ്ഞു. നമുക്കാണെങ്കിൽ ഒരു വർഷം കടമെടുക്കുന്നതിന് പരിധിയുണ്ട്. നമുക്ക് ഇന്ത്യയിൽ രാജ്യത്തിനും സംസ്ഥാനത്തിനും 3% എടുക്കാവുള്ളൂ GST. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാനത് പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നതേ ഉള്ളൂ. ഇന്നലെ വന്ന കണക്കനുസരിച്ച് കേന്ദ്രം 5.8% എടുക്കുന്നത്. കേരളം എടുത്തത് കഴിഞ്ഞ വർഷം 2.5 3 എടുക്കേണ്ടത്, പക്ഷേ വെട്ടിക്കുറച്ചുകൊണ്ടാണ്. അപ്പോൾ സംസ്ഥാനങ്ങളല്ല അങ്ങനൊരു അവസ്ഥയിലേക്ക് പോകുന്നത്, അതിനേക്കാളും കൂടുതൽ കേന്ദ്രമാണ്. എന്ന് മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ ബഡ്ജറ്റിനകത്തെ കണക്ക് നിങ്ങൾ കണ്ടല്ലോ. ആകെ അവരുടെ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47 ലക്ഷം കോടിയാണ്. അതിനകത്ത് 36% ബോറോയിങ്ങാണ്. 100 രൂപയിൽ 36 രൂപയും കടമെടുത്തിട്ടാണ്. 10,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടും. 1 ലക്ഷം രൂപ ആകെ വരുമാനത്തിൽ 36,000 രൂപ കടമാണ്, ചിലവിനാണ്. ഇതുകൂടാതെ കടമെടുക്കുന്ന കാര്യത്തിനകത്ത് ആകെയുള്ള ചിലവിനകത്ത് 25% പലിശയാണ്. ആകെ അവരുടെ ചിലവിനകത്ത് ഈ 47 ലക്ഷം കോടി രൂപയിൽ 12 ലക്ഷം കോടി രൂപ പലിശയാണ്. നമ്മളാണെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ നമുക്ക് പലിശ വളരെ കുറവാണ്. അവർക്ക് 25% പലിശയാണെങ്കിൽ നമുക്ക് 15%-ൽ താഴെയുള്ളൂ. അവരാകെയുള്ളതിൻ്റെ ഞാനീ പറഞ്ഞ 36% എടുക്കുന്നെങ്കിൽ നമ്മൾ 10-20% നമ്മുടെ ആകെ ഒരു വർഷത്തെ കണക്കെടുത്താൽ. അപ്പോൾ അങ്ങനത്തെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് ശരിയാണ്, അത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ബാധകമാണ്. കേന്ദ്രം പറഞ്ഞതിനകത്ത് 100% ആത്മാർത്ഥം ഇല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞ കണക്ക് വെച്ചിട്ട് പറയുന്നത്. കടമെടുക്കുന്നതല്ല ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത്. കടമെടുക്കുന്നതൊരു ലാസ്റ്റ് റിസോർട്ടാണ്. നമുക്ക് നേരത്തെ തന്നുകൊണ്ടിരുന്ന നമുക്ക് അർഹമായിട്ടുള്ള നികുതി വിഹിതം വരികയാണെങ്കിൽ നമുക്ക് ഈ വർഷം 21,000 കോടി കൂടെ കിട്ടുന്നതാണ്. 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് തന്നുകൊണ്ടിരുന്ന അതേ % ആയിരുന്നു തരുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്, ഈ വർഷം കിട്ടാൻ പോകുന്ന ഈ വർഷം മാർച്ച് ആകുമ്പോൾ 21,000 കോടി കിട്ടും നികുതി വിഹിതം. ആ 21,000 കോടിയുടെ കൂടെ 21,000 കോടി കൂടെ കിട്ടിയേനെ. കാരണം എന്താ, ഇപ്പോൾ 1 രൂപ 90 പൈസ, 100 രൂപയിൽ 1 രൂപ 90 പൈസ നമുക്ക് കിട്ടും. നേരത്തെ 3 രൂപ 80 പൈസ കിട്ടിയിരുന്നു. അപ്പോൾ പകുതി ആയതുകൊണ്ട് നമുക്ക് ആ നഷ്ടമുണ്ട്. സാധാരണ നിങ്ങൾക്കായാലും ശമ്പളം കിട്ടുമ്പോൾ ബഡ്ജറ്റ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ശമ്പളം കിട്ടുന്നത്? മനോരമയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം വീട്ടിൽ റബ്ബർ വെട്ടിയതോ തേങ്ങ വെട്ടിയതിൻ്റെ കൊണ്ട് കിട്ടുന്നത് കടമെടുക്കാവുന്നത് 3 സോഴ്സാണല്ലോ: ടാക്സ്, നോൺ ടാക്സ്, ബോറോയിങ്. ഇപ്പം റബ്ബർ ഉള്ളിടത്ത് റബ്ബറിന് വില കുറവാണ്, തേങ്ങയ്ക്ക് വില കുറവാണ്. അതിൽ നിന്ന് നമുക്ക് പരമാവധിയിലേ കിട്ടും. പിന്നെ നമുക്ക് കിട്ടേണ്ട ഈ ശമ്പളം കിട്ടുന്നത് വെട്ടിക്കുറച്ചാലോ? ഞാൻ പറഞ്ഞ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലെ കണക്ക് വെച്ച് നോക്കിയാൽ, ഞാൻ ഒരാളെ പറഞ്ഞല്ല, നമ്മളൊരാൾ കണക്ക് നോക്കുമ്പോൾ നമ്മുടെ വരുമാനം വെച്ചല്ലേ നോക്കുക. ഇതിപ്പം വേറെ SBIയിലോ അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലിക്കാരനായിക്കോട്ടെ, അവർക്ക് ഈ 3 സോഴ്സേ ഉള്ളൂ. നമുക്കാണെങ്കിലും നമ്മുടെ ടാക്സിനകത്ത് ടാക്സും നോൺ ടാക്സും ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് തരേണ്ട വിഹിതമുണ്ട്. പിന്നെ നമുക്ക് ബോറോയിങ്. ഇപ്പോൾ സെൻട്രിൽ നിന്ന് തരേണ്ടത്, സ്റ്റേറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ബോറോയിങ്. ഇതിന് 3 അല്ലാതെ നമുക്കെന്താ സോഴ്സ്? പിന്നെ അവർ പറയുന്ന പോലെ മോണിറ്റൈസേഷൻ, സ്ഥലമെല്ലാം വിൽക്കണം, ബാക്കിയെല്ലാം വിൽക്കണം. അതൊക്കെ എത്ര കാലം വിൽക്കാൻ പറ്റും? അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിയുടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം പോലെ തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ജീവിതം എന്ന് കണക്ക് നോക്കി എങ്ങനെ ചെയ്യാൻ പറ്റും? ആ കണക്ക് നോക്കുമ്പോൾ വലിയ തോതിൽ നമുക്ക് വേറെ സോഴ്സസ് ഇല്ല. മാന്ത്രിക വടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചേർന്നിട്ട് നമ്മുടെ മൊത്തം നാടിൻ്റെ ഇൻകം വർദ്ധിച്ചാൽ അതനുസരിച്ചിട്ട് സ്റ്റേറ്റിൻ്റെ ഇൻകം വർദ്ധിക്കും. അതിന് പറ്റുന്ന ചില മാന്ത്രിക വടികളുണ്ടാവും. വലിയ ബാധ്യത വരാതെ നോക്കും. അല്ല, അത് വലിയ ബാധ്യത വരാൻ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്കിപ്പം അങ്ങനെ ടാക്സ് ഒന്നും അധികം ഏർപ്പെടുത്താമെന്ന് എന്താ, മദ്യത്തിന് അധികം കൂട്ടാൻ പറ്റുമോ? അല്ല, കൂടുതലാണ്. അല്ല പറഞ്ഞ്, പെട്രോളിന് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു 22 രൂപ കേന്ദ്ര സെസ് മേടിക്കുന്നുണ്ട്, ഇവിടെ 2 രൂപ മേടിച്ചു എന്നുള്ള കാര്യത്തിൽ വലിയ ബഹളം. പക്ഷേ അതെന്ന് പറഞ്ഞാൽ ആകെ 750 കോടിയെ കിട്ടും എന്നുള്ള അന്നേ നമ്മൾ പറഞ്ഞതാണ്. എന്തൊക്കെയാണ് അതിൻ്റെ പേരിൽ പറഞ്ഞു. എന്തായാലും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സോഴ്സേ ഉള്ളൂ നമുക്ക് ആകെ. പിന്നെ നമുക്ക് വേണ്ടത് ഈ സെയിൽ ടാക്സ് മറ്റും വരണമെങ്കിൽ നമ്മുടെ കച്ചവടം, ആളുകൾ പർച്ചേസിംഗ് പവർ വേണം, കൂടുതൽ സാധനം മേടിക്കണം. അത് ഈ കോവിഡ് വന്നതിന് ശേഷം ഇപ്പോഴും എക്കണോമി നന്നായിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉൾപ്പെടെ വലിയ ഒരു സ്തംഭനാവസ്ഥയുണ്ട്. അത് ഇന്ത്യ മൊത്തമുണ്ട്. സിമെൻറ്റിൻ്റെ വില കുറഞ്ഞു, കമ്പിയുടെ വിലയിലൊക്കെ വ്യത്യാസമുണ്ട്, സിമെൻറ്റിൻ്റെ വില കുറഞ്ഞു. അപ്പോൾ ഇതിനെ മറികടക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്, ഞാൻ പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് മാന്ദ്യവിരുദ്ധ പാക്കേജ് ഉണ്ടാകുന്നതാണ്. ഒരു 4-5 ലക്ഷം കോടി കേന്ദ്ര ഗവൺമെൻറ്, അത് വലിയ തുകയല്ലേ. 4-5 ലക്ഷം കോടി വിവിധ കാര്യങ്ങൾക്കായിട്ട് വന്നാൽ, കൂടുതൽ റോഡോ കൂടുതൽ കെട്ടിടങ്ങളോ കൂടുതൽ കാര്യങ്ങളോ വന്ന ആളുകളുടെയും പണം കിട്ടും. പണം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് മാർക്കറ്റ് വരും. കേരളത്തിലും അത്തരം കാര്യങ്ങളിൽ വലിയ ഗുണമുണ്ടായേനെ.
അവിടെയാണ് നമ്മുടെ വിഴിഞ്ഞം പോലുള്ള കാര്യത്തിന് കാപ്പക്സിൽ തന്ന പണം പോലും തരാതെ അവർ പിന്നെ ഡിനേ ചെയ്തത്. അപ്പോൾ അങ്ങനൊരു സ്ഥിതി ഇന്ത്യയിലാകെ ഉണ്ട്. അതുകൊണ്ട് ശരിക്കും ഈ എക്കണോമിക് ആക്ടിവിറ്റി വർദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് കാര്യം. എന്നാലേ പറ്റൂ. എന്നാൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലും അത് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതങ്ങനെ ചെയ്യാവുന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾ ഈ നികുതിയുടെ കാര്യത്തിൽ നിങ്ങൾ പറയുന്ന നികുതി പിരിക്കുന്നത് മാത്രമല്ല, നികുതി ആൾക്ക് വളർച്ച ഉണ്ടാവാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ അതെന്തൊക്കെ ചെയ്യാമെന്നുള്ളത് തന്നെയാണ് നോക്കുന്നത്. എന്തായാലും നിങ്ങളുടെ എല്ലാം സഹായത്തോടു കൂടി തന്നെ ആയിരിക്കും അത് നോക്കുക. എന്തായാലും ഇങ്ങനൊരു ഘട്ടത്തിലാണ് ഇപ്പം ബഡ്ജറ്റിൻ്റെ ആദ്യ റൗണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും പറഞ്ഞതിനേക്കാളും വ്യത്യസ്തമായി കേരളത്തിലെ പ്രതിപക്ഷം മാത്രമല്ല ഇന്ത്യയിലാകെ അവരുടെ പ്രധാന നേതാക്കന്മാരുൾപ്പെടെ ഡൽഹിയിലേക്ക് സമരത്തിന് പോകുന്നു എന്നുള്ള വലിയ മാറ്റം വന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ അത് ഞങ്ങൾ പറയുന്ന കാര്യം 100% ആത്മാർത്ഥമാണ്. എന്നാൽ നമുക്ക് കേരളത്തിന് നല്ലപോലെ മുന്നോട്ട് പോയേ പറ്റും. അത് നിങ്ങളുടെയൊക്കെ അഭിപ്രായം കേട്ട് തന്നെ ചെയ്യും. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും ഈ കാര്യം പറയുന്നുണ്ടല്ലോ. അതൊക്കെ ഒരു ചർച്ചയ്ക്ക് സഹായിക്കുമെന്ന്, അല്ലെങ്കിൽ പരിഗണനയ്ക്ക് വിധേയമാവുന്ന വിഷയങ്ങളാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഒറ്റയ്ക്ക് കേരളം മാത്രം പറയുന്നൊരു വിഷയമാണെന്ന് അറ്റോർണി ജനറൽ പറഞ്ഞു എന്ന് കറക്റ്റാണ്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, കറക്റ്റാണത്. പക്ഷേ ഇപ്പോൾ ഒറ്റയ്ക്കല്ല. ബംഗാൾ പറയുന്നു, കർണാടക പറയുന്നു, തെലുങ്കാന പറയുന്നു, പഞ്ചാബ് പറയുന്നു, ഡൽഹി പറയുന്നു, പല സ്റ്റേറ്റുകളും പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വസ്തുതയായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഗുണമുണ്ടാകും. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യം മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തൽക്കാലം ഏതെങ്കിലും വലിയ ടാക്സ് കൂട്ടുമോ എന്ന് ചോദിച്ചിട്ട് ടാക്സൊക്കെ കുറയ്ക്കുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ടാക്സുകൾ ഏത് ഭയങ്കരമായി ഭീമമായിട്ട് ഞങ്ങൾക്കൊരു ഞെട്ടലുണ്ടാവുമോ, അധികം ഈ ബാധ്യത വരുമോ എന്നാണ് ഞങ്ങൾ ഭയക്കുന്നതെന്നാണ് ഒരു ചോദ്യം. അത് ഞാൻ പറയാം, ഇത്രയും നിങ്ങളെങ്ങനെ കൊടുക്കുമെന്ന് പറയുമ്പോൾ എല്ലാം കുറയ്ക്കുമെന്ന് പറയുന്ന കാര്യമൊന്നും ഞങ്ങൾ ബഡ്ജറ്റായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നാലും പൊതുവിൽ നമുക്ക് സാമ്പത്തികമായിട്ട് അത്ര മെച്ചമായ ഒരു സ്ഥിതി അല്ലല്ലോ റിസോഴ്സസിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇത്രയും ഒരു പ്രശ്നമുണ്ടായിട്ടും നല്ല ആത്മവിശ്വാസത്തോടു കൂടി കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊണ്ടുവന്ന് വെച്ചിട്ടാണ്. വളരെ 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 എല്ലാ കാര്യവും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട പറയാൻ പറ്റില്ല. അത്രയ്ക്കും വേണ്ടിയിട്ട് ശ്വാസം പൊട്ടിക്കുന്ന തരത്തിൽ തന്നെയാണ് നിലപാട്. കാരണം ഒരു ഗവൺമെൻറ് അധികാരമെല്ലാം കയ്യിലുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ പിന്നെ പല സമീപനങ്ങളും ഉണ്ടല്ലോ.